ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു നിസ്ത ഗാലറി. ഇന്ന് ഞാനൊരു മട്ടൺ കബ്സയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു കബ്സയുടെ റെസിപ്പിയാണിത്. അപ്പോൾ ഇത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഈ റെസിപ്പി എനിക്ക് പറഞ്ഞു തന്നത് എൻ്റെ ബാബിയാണ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാവുന്ന നല്ലൊരു റെസിപ്പിയാണ്. ആദ്യം നമുക്ക് മട്ടൺ ഒന്ന് വേവിച്ചെടുക്കാം. ഞാനിവിടെ 1/2 കിലോ മട്ടനാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 2 ടീസ്പൂൺ വെളുത്തുള്ളി ക്രഷ് ചെയ്തതും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് അതിലേക്ക് വേവാൻ ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 5 ഗ്ലാസ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. 2 ഗ്ലാസ് ബസ്മതി റൈസിന് മട്ടൺ വേവാനുള്ള ഇതും ചേർത്തിട്ട് 5 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത്. ഇതൊക്കെ ചേർത്ത് നല്ല പോലെ നമുക്കൊന്ന് മട്ടൺ വേവിച്ചെടുക്കാം. 2 വിസിൽ വന്നതിന് ശേഷം 20 മിനിറ്റ് ലോ ഫ്ലെയിമിൽ എടുത്തിട്ടാണ് വേവിച്ചിട്ടുള്ളത്. അങ്ങനെ 20 മിനിറ്റ് ശേഷം നമ്മുടെ മട്ടൺ ഇവിടെ നല്ല പോലെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഒരു മിക്സിയുടെ ജാറിലേക്ക് 3 വലിയ പഴുത്ത തക്കാളി ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അതിലേക്ക് 4 പച്ചമുളകും ചേർത്ത് ഇതൊന്ന് നല്ല പേസ്റ്റാക്കി എടുക്കാം. ഞാനിവിടെ 2 ഗ്ലാസ് ബസ്മതി റൈസ് 2 മണിക്കൂർ മുൻപേ വെള്ളത്തിൽ കുതിർത്തി വെച്ചതാണ്. അത് നല്ലപോലെ കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായ സവാള ഒന്ന് അരിഞ്ഞു കൊടുക്കാം. ഞാനിവിടെ ഒരു സവാളയാണ് എടുത്തിട്ടുള്ളത്. അത് ചെറുതായി ഒന്ന് അരിഞ്ഞു കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ഒരു ക്യാരറ്റാണ്. ഒരു മീഡിയം സൈസ് ക്യാരറ്റ്, അതൊന്ന് നല്ലപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് കബ്സ തയ്യാറാക്കിയെടുക്കാം. ഒരു നോൺ സ്റ്റിക്ക് പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് 5 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ഒന്ന് പൊട്ടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഹോൾ സ്പൈസസ് ചേർത്ത് കൊടുക്കാം. ഒരു വലിയ കഷ്ണം ബേ ലീഫ്, 4 ഗ്രാമ്പൂ, 2 കഷ്ണം പട്ട, 2 ഏലക്ക എന്നിവ ചേർത്ത് ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച സവാള ചേർത്ത് കൊടുക്കാം. നല്ല പോലെ അതൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ഡ്രൈ ലെമണും ചേർത്ത് കൊടുക്കുക. ഞാനിത് കത്തി കൊണ്ട് വരഞ്ഞു കൊടുത്തിട്ടാണ് ഈ ഡ്രൈ ലെമൺ ഇതിലേക്ക് ചേർക്കുന്നത്. അതിൻ്റെ ഫ്ലേവർ ഈ കബ്സയിലേക്ക് ഇറങ്ങാൻ വേണ്ടി. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ വെളുത്തുള്ളി ക്രഷ് ചെയ്തതും 1/2 ടീസ്പൂൺ ഇഞ്ചി ക്രഷ് ചെയ്തതും ചേർത്ത് ഒന്നുകൂടെ ഒന്ന് മിക്സാക്കി എടുക്കാം. നമ്മുടെ സവാള ഏകദേശം വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വെച്ച ക്യാരറ്റും ചേർത്ത് കൊടുക്കാം. നല്ല പോലെ ഒന്ന് ഇത് മിക്സാക്കി എടുക്കാം.
ഇനി ഇതിലേക്ക് നേരത്തെ പേസ്റ്റാക്കി വെച്ച തക്കാളിയുടെ ജ്യൂസും ചേർത്ത് നല്ല പോലെ ഇതൊന്ന് വഴറ്റിയെടുക്കാം. തക്കാളി പേസ്റ്റൊക്കെ നല്ല പോലെ ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മട്ടൺ വേവിച്ച വെള്ളം ചേർത്ത് കൊടുക്കാം. നല്ല പോലെ അതൊന്ന് മിക്സ് ആക്കി എടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെള്ളം വാരാൻ വെച്ച അരി ചേർത്ത് കൊടുക്കാം. നല്ല പോലെ അതൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്കിതൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഏകദേശം വെള്ളമൊക്കെ വറ്റി വരുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. വീണ്ടും അടച്ചു വെക്കാം. അങ്ങനെ നമ്മുടെ കബ്സ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ച മട്ടൺ പീസ് ചേർത്ത് കൊടുക്കാം. ഓൾറെഡി മട്ടൺ വെന്തതായത് കൊണ്ടാണ് റൈസിലേക്ക് മട്ടൺ വെന്ത വെള്ളം മാത്രം ചേർത്തത്. ഇത് നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. ഇനി ഇത് അടച്ചു വെച്ച് നമുക്കൊരു ലോ ഫ്ലെയിമിൽ 5 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ 5 മിനിറ്റിന് ശേഷം നമ്മുടെ മട്ടൺ കബ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.